ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ, എങ്ങനെയാണ് സ്റ്റെറിലൈസേഷന്റെ ക്ലാസിഫിക്കേഷൻസുകൾ ഉള്ളത്, എന്താണ് സൺലൈറ്റ് സ്റ്റെറിലൈസേഷൻ, എന്താണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷന്റെ അടുത്ത ഒരു ടോപ്പിക്കാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ മെത്തേഡിൽ സൺലൈറ്റും ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ തന്നെ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡും എന്താണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സോ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് വി ആർ യൂസിങ് മോയിസ്ചർ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് മോയിസ്ചർ ഫോർ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. Why do we prefer moist heat sterilization? Because saturated moisture have more penetrating power than the dry heat sterilization. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പെനട്രേറ്റീവ് പവർ ഉള്ളത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോയിസ്ചർ, ഹീറ്റൻഡ് മോയിസ്ചറിനാണ്. സാധാരണ നിങ്ങൾ ഒരു തിളക്കുന്ന വെള്ളത്തിൽ കൈ ഇടുന്നതിനേക്കാളും എഫക്റ്റ് ആയിരിക്കും തിളച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ വേപ്പറിന്റെ മുകളിൽ ഒന്ന് വെറുതെ കുറച്ചു നേരം കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്നു. ബിക്കോസ് ദാറ്റ് മോയിസ്ചർ ഹാവ് ദാറ്റ് മച്ച് എനർജി ദാറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ ഒബ്ജക്ട് ടു ബി സ്റ്റെറിലൈസ്ഡ്. അപ്പൊ അത്രയും ഒരു ലാറ്റന്റ് ഹീറ്റ് ക്വിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട്, അത്രയും ഒരു ഹീറ്റ് അവിടെ പെട്ടെന്ന് ട്രാൻസ്ഫർ നടക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് അതിന്റെ സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടക്കും എന്നുള്ളതാണ്. വാട്ട് വിൽ ബി ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ? That is the protein coagulation and denaturation of bacterial protein. Okay. ബാക്ടീരിയൽ ഉള്ള പ്രോട്ടീന്റെ കൊയാഗുലേഷനും അതുപോലെ ഡീനാച്ചുറേഷനും സംഭവിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത്. Moist heat sterilization can be divided into three. Moist heat sterilization at temperature below 100 degrees Celsius, at 100 degrees Celsius and above 100 degrees Celsius. They are further divided at below 100 degrees Celsius. There are three methods: pasteurization, incipitization and vaccine bath. At 100 degrees Celsius we have boiling, synthetization and steam sterilization. And at temperature above 100 degrees Celsius, that is known as steam under pressure, that is the most important moist heat sterilization process, that is autopsy. Okay, so let's see one by one. First one is moisture heat sterilization below 100 degrees Celsius. First one is pasteurization. So pasteurization എന്ന് പറയുന്നത് ലൂയിസ് പാസ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ സ്കോപ്പ് ഹിസ്റ്ററി പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നോൺ സ്പോറിംഗ് ആയിട്ടുള്ള പാത്തോജൻസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. We can perform pasteurization by two methods, that is Holder method and flash method. Flash എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് തീരുന്ന പരിപാടി, അതുകൊണ്ടാണ് ഫ്ലാഷ് മെത്തേഡ് എന്ന് പറയുന്നത്. ഹോൾഡർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം സമയം ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹോൾഡർ മെത്തേഡ്, ഇൻ ദിസ് വി വിൽ ഹീറ്റ് at 63 degrees Celsius for 30 minutes, followed by a quick cooling at 13 degrees Celsius. 63 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സിൽ ഹീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടുള്ള ആ ഒരു സാധനത്തിന് പെട്ടെന്ന് 13 ഡിഗ്രി സെൽഷ്യസിലോട്ട് കൂൾ ചെയ്യുക എന്നുള്ള മെത്തേഡാണ് ഹോൾഡർ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഫ്ലാഷ് മെത്തേഡ് എന്ന് പറയുന്നത്. ഹയർ ടെമ്പറേച്ചർ ഫോർ 20 സെക്കൻഡ്, 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 സെക്കൻഡ്, ഫോളോഡ് ബൈ എ ക്വിക്ക് കൂളിംഗ് ടു 13 ഡിഗ്രി സെൽഷ്യസ്. 13 ഡിഗ്രി സെൽഷ്യസിലോട്ട് അതിനെ കൂൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ വാട്ട് വിൽ ബി ദ ആപ്ലിക്കേഷൻ? We can destroy all the non-sporing bacteria or pathogens like Mycobacterium, Brucella and Salmonella in milk. Pasteurization of the milk എന്നുള്ളതാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു സംഗതി. പാസ്ചറൈസ്ഡ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് പാക്കറ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പ്രോസസ്സിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള മിൽക്ക് ആണ് അത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ്, പാസ്ചറൈസേഷൻ മെത്തേഡ്. Next one is incipitization. Incipitization. In this, we will heat at 80 to 85 degrees Celsius for 30 minutes daily for 3 consecutive days. അടുത്തടുത്ത 3 ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസവും നമ്മൾ അരമണിക്കൂർ വീതം 80 to 85 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ്
ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻസിപ്പിസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹയർ ടെമ്പറേച്ചറിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഹീറ്റ് ലയബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഇൻസിപ്പിസേഷൻ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ ഓഫ് സിറം ആൻഡ് എഗ്, സ്റ്റെറിലൈസേഷൻ ഓഫ് മീഡിയം സച്ച് ആസ് ലോവിസ്റ്റൺ, ജെൻസൺ, ലോഫേഴ്സ് സിറം ആൻഡ് ലോഫേഴ്സ് സിറം. അപ്പോൾ ഇങ്ങനെയുള്ള ബയോളജിക്കൽ പ്രൊഡക്റ്റിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻസിപ്പിസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി വിൽ ഹീറ്റ് at 80 to 85 degrees Celsius for 30 minutes for 3 consecutive days. Okay, so next one is vaccine bath. അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വാക്സിൻ ബാത്ത് എന്നുള്ളതാണ്. ഇപ്പൊ പേര് പറയുന്ന പോലെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് വാട്ടർ ബാത്തിൽ നമ്മൾ ഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ്. ബിലോ 100 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ഡെയിലി, അതാണ് അതിന്റെ സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ഡെയിലി ഫോർ സക്സസീവ് ഡേയ്സ്. നമ്മൾ എത്ര ദിവസമാണോ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രോസസ്. മിനിമം ഓഫ് 7 days ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ള ഒരു പ്രോസസ്സാണ് വാക്സിൻ ബാത്ത് എന്ന് പറയുന്നത്. സോ ബൈ ദിസ് വാക്സിൻ ബാത്ത് മെത്തേഡ്സ് ഓഫ് മോയ്സ്ചർ സ്റ്റെറിലൈസേഷൻ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് വിൽ കിൽ മോസ്റ്റ് ഓഫ് ദ വെജിറ്റേറ്റീവ് ബാക്ടീരിയ. മോസ്റ്റ് ഓഫ് ദ വെജിറ്റേറ്റീവ് ബാക്ടീരിയനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ് വാക്സിൻ ബാത്ത് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ പ്രൊഡക്ട്സിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സിറം ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിബോഡി കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസുകളാണ്. ഓക്കെ, സിറം എന്ന് പറയുമ്പോൾ ആന്റിബോഡി കണ്ടെയ്നിങ് പ്രിപ്പറേഷൻസുകളാണ്. ഇമ്മ്യൂണോളജിക്കൽ പ്രൊഡക്റ്റുകളായിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വാക്സിൻ ബാത്ത് എന്ന് പറയുന്നത്. 56 ഡിഗ്രി സെൽഷ്യസ് ഫോർ ആൻ അവർ ഫോർ സെവറൽ സക്സസീവ് ഡേയ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വാക്സിൻ ബാത്ത് എന്ന്. അപ്പൊ ഈ 3 മെത്തേഡ്സുകളാണ് നമ്മൾ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് പാസ്ചറൈസേഷൻ, സെക്കൻഡ് വൺ ഈസ് ഇൻസിപ്പിസേഷൻ, തേർഡ് വൺ ഈസ് വാക്സിൻ ബാത്ത്. അപ്പൊ ഇതിലൊക്കെ ടെമ്പറേച്ചർ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നിന്റെയും ടെമ്പറേച്ചറും ടൈമും ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഓർഗാനിസത്തിനെയാണ് കില്ല് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് നോൺ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള പാത്തോജൻസിനെയാണ് കില്ല് ചെയ്യുന്നത്. ഇൻസിപ്പിസേഷന്റെ സമയത്ത് സിറം ആൻഡ് എഗ് മീഡിയത്തിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വാക്സിൻ ബാത്തിന്റെ കേസിൽ സിറം ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഇമ്മ്യൂണോളജിക്കൽ പ്രൊഡക്ട്സിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വാക്സിൻ ബാത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അറ്റ് ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ്. മോയ്സ്ചർ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ ചെയ്യുന്ന മെത്തേഡ്സുകളാണ് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ബോയിലിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യിക്കുക എന്നുള്ള മെത്തേഡാണ് ബോയിലിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതിൽ ഇനി മാറ്റമില്ല. അപ്പോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 10 to 30 മിനിറ്റ്സ് നമ്മൾ ബോയിൽ ചെയ്യിക്കുക. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. തിളപ്പിച്ച വെള്ളത്തിൽ അലക്കുക എന്ന് പറയാറുണ്ട്. അതുപോലെ ഫീഡിംഗ് ബോട്ടിൽസുകളൊക്കെ നമ്മൾ തിളപ്പിച്ചെടുക്കാറുണ്ട്. അപ്പോ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ 10 to 30 മിനിറ്റ്സ് ബോയിൽ ചെയ്യിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ബോയിലിംഗ് എന്നുള്ള മെത്തേഡാണ്. അപ്പോൾ അതില് ഇത് സാധാരണഗതിയിൽ വെജിറ്റേറ്റീവ് ഫോം ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടിയാണ് ബോയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. യൂഷ്വലി വി ക്യാൻ കിൽ വെജിറ്റേറ്റീവ് ഫോംസ് ഓഫ് ബാക്ടീരിയ, ഫംഗസ് ആൻഡ് വൈറസ്. ഇത്രയും സാധനങ്ങളെ കില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ടിൻഡലൈസേഷൻ. 100 degree Celsius for 20 minutes. Boiling at 100 degree Celsius for 20 minutes. 20 minutes for 3 successive days. That is the Tyndallization. At 100 degree Celsius രണ്ടാമത്തെ മെത്തേഡാണ് Tyndallization എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ ഇനി ഫിസിക്കൽ ഫാർമസിയിൽ ടിൻഡാൽ എഫക്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ എഴുതി വെക്കും.
ടിൻഡലൈസേഷൻ, സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പലപ്പോഴും മൈക്രോബയോളജിയിൽ ആൻസർ കാണാറുള്ളത് വെൻ ലൈറ്റ് പാസസ് ത്രൂ ആൻ ഒബ്ജക്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതി വെക്കുന്ന പരിപാടിയാണ്. ഒരിക്കലും എഴുതി വെക്കരുത്. 100 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് 3 സക്സസീവ് ഡേയ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ, ബോയിൽ ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. So what is the principle behind this tyndallization? This process is used to sterilize both vegetative and spore forming microorganisms. So due to the first exposure of heat on the first day, it will kill all the vegetative forms of microorganism. ഫസ്റ്റ് ഡേ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള എല്ലാ വെജിറ്റേറ്റീവ് ഫോമിനെയും കില്ല് ചെയ്യും. പിന്നെ നമ്മൾ അത് സ്റ്റോർ ചെയ്ത് നോർമൽ ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിലുള്ള എൻഡോസ്പോർ ഫോമിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാനുള്ള ഫേവറബിൾ കണ്ടീഷൻസിലോട്ട് അത് വരികയാണ്. അപ്പൊ എൻഡോസ്പോറുകൾ അതിന്റെ ജെർമിനേഷൻ സംഭവിച്ച് നോർമൽ ആയിട്ടുള്ള സെല്ലുകളായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 100 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള എല്ലാ മൈക്രോ ഓർഗാനിസംസുകളും വെജിറ്റേറ്റീവ് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ വെജിറ്റേറ്റീവ് ഫോമിനെ രണ്ടാമത്തെ ദിവസം കില്ല് ചെയ്യും. വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ സ്പോർ ഫോമിംഗ് മൈക്രോ ഓർഗാനിസംസുകളും വെജിറ്റേറ്റീവ് ഫോം ആവുന്നു. അതിന് അടുത്ത സക്സസീവ് ഡേയ്സിൽ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് egg, serum and sugar containing media? Egg, serum and sugar containing culture media. So tyndallization is an sterilization process at 100 degree Celsius which is used to sterilize egg, serum and sugar containing culture media. Next one is steam sterilization. Here we will use steam at 100 degree Celsius for 90 minutes. 90 minutes steam ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളടത്തൊക്കെ നമ്മൾ ബോയിൽ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. Here we are using steam at 100 degree Celsius for 90 minutes. അതാണ് steam sterilization എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, that is the third method at 100 degree Celsius. Moisture sterilization at 100 degree Celsius മൂന്നാമത്തെ മെത്തേഡ് ആണ് steam sterilization എന്ന് പറയുന്നത്. Here we will sterilize at steam at 100 degree Celsius for 90 minutes and application is which is used for the sterilization of media which are not decomposed at higher temperature. So that is the application of steam sterilization or steam sterilizer. So ഇപ്പൊ നമ്മൾ രണ്ട് moisture sterilization മെത്തേഡ്സുകൾ പറഞ്ഞു. ആദ്യത്തേത് below 100 degree Celsius pasteurization, incipation and vaccine bath പറഞ്ഞു. രണ്ടാമതായിട്ട് at 100 degree Celsius boiling 10 to 30 minutes and tyndallization 100 degree Celsius for 20 minutes for 3 successive days and steam sterilization. Now coming to the moisture sterilization above 100 degree Celsius. Above 100 degree Celsius important ആയിട്ടുള്ള ഒരേ ഒരു മെത്തേഡ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, above 100 degree Celsius important ആയിട്ടുള്ള ഒരേ ഒരു മെത്തേഡ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ്സ് ആർ മോഡിഫൈഡ് പ്രഷർ കുക്കേഴ്സ്. മോഡിഫൈ ചെയ്തിട്ടുള്ള പ്രഷർ കുക്കേഴ്സ് ആണ് to get an temperature above 100 degree Celsius. It is also known as steam under pressure. Because we are increasing the pressure of system. Okay. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സാധാരണ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ 5 മാർക്കിന് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യനിൽ ചില സമയത്ത് അത് സ്പെസിഫൈ ചെയ്യാറുണ്ട്, എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാറുണ്ട്. അതായത് അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിന്റെ മെക്കാനിസം എന്താണ്, കൺസ്ട്രക്ഷൻ എന്താണ്, വർക്കിംഗ് എന്താണ്, അതിന്റെ അപ്ലിക്കേഷൻസുകൾ എന്താണ്. ഈ 5 കാര്യങ്ങളാണ് ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എഴുതേണ്ടത്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ ഷോർട്ട് നോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിന്റെ മെക്കാനിസം ഓഫ് കില്ലിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം എന്താണ്, ദെൻ എന്താണ് അതിന്റെ കൺസ്ട്രക്ഷൻ, എന്താണ് അതിന്റെ വർക്കിംഗ്, എന്താണ് അതിന്റെ അപ്ലിക്കേഷൻ. ഓഫ് കോഴ്സ് there will be an sterilization condition. So what is the principle of autoclave? അപ്പോ പ്രഷർ കുക്കർ നമ്മൾ എന്തിനാണ് വീട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ പറയും പെട്ടെന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണെന്നാ പറയാറ് അല്ലെ. എന്തുകൊണ്ടാണ് അത് പെട്ടെന്ന് വേവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ
ഏതൊരു ലിക്വിഡും ബോയിൽ ആവുന്നത് അതിന്റെ വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആവുന്ന സമയത്താണ്. വാട്ടറിന്റെ കേസിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് നോർമൽ അറ്റ്മോസ്ഫിയറിൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി നമ്മൾ അതിന്റെ മുകളിൽ എത്ര ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാലും 100 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്ത് വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങും. ആ സ്റ്റീമിന്റെ ടെമ്പറേച്ചറും 100 ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിലോട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റില്ല. വാട്ടർ വിൽ ബോയിൽ വെൻ വാട്ടർ പ്രഷർ ഈക്വൽ ടു ദാറ്റ് ഓഫ് സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. So in order to increase the boiling point, we have to change the atmospheric pressure. That's why we are enclosing the object to be sterilized in a pressured system. Okay, ആ എന്താണോ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് ആ സാധനത്തിനെ നമ്മൾ ഒരു പ്രഷേർഡ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. So when a pressure inside an closed system increases, temperature at which water boils will also increases. Usually this voice sterilization or autoclave is done at saturated steam between 108 to 147 degrees Celsius, which have more penetrating power and have better killing capacity than dry heat sterilization. So ഈ ഒരു സ്റ്റെറിലൈസ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ 108 ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ ഇനി പ്രഷർ കൂടുന്നതിനനുസരിച്ച് 147 ഡിഗ്രി സെൽഷ്യസിലൊക്കെ നമ്മൾ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റീം ഏത് സർഫസിനെയാണോ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കൂളർ സർഫസിലോട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത്, ഇതൊരു മോയ്സ്ചർ ആണ്, അത് വാപ്പർ ആയിട്ട് പോകുന്ന സമയത്ത് ഈ വാപ്പർ കൂൾ സർഫസിലോട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഇറ്റ് വിൽ കണ്ടൻസ് ഇൻ ടു വാട്ടർ ആൻഡ് ഇറ്റ് വിൽ ഗീവ് ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ദാറ്റ് മോയ്സ്ചർ ഇൻ ടു ദ സർഫസ്. So this will produce the coagulation or denaturation of the microorganism on the surface of substance or object to be sterilized. എന്ത് സാധനത്തിനെയാണോ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മുകളിലോട്ട് 108 ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് അപ് ടു 147 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള വാട്ടർ വേപ്പർ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അത്രയും ഹയർ ഡിഗ്രിയിലുള്ള ലാറ്റന്റ് ഹീറ്റ് കൂളർ സർഫസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന പ്രോട്ടീൻ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഡീനാച്ചുറേഷൻ ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അറ്റ് above 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് സ്റ്റീമിൽ ചെയ്യുന്ന സമയത്ത്, സ്റ്റീം അണ്ടർ പ്രഷറൈസ്ഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയും. Now coming to the construction, എങ്ങനെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത് വെർട്ടിക്കൽ ആയിട്ടോ ഒറിസോണ്ടലോ ആയിട്ടുള്ള ഓട്ടോക്ലേവ്സുകൾ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു മാത്രം മനസ്സിലാക്കുക. ഇതിപ്പോ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഓട്ടോക്ലേവിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീല് അല്ലെങ്കിൽ ഗൺ മെറ്റൽ കൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ളതാണ്. ഗൺ മെറ്റൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഹൊറിസോണ്ടൽ ആയിട്ടോ വെർട്ടിക്കൽ ആയിട്ടോ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സിലിണ്ടർ ആണ് ആദ്യത്തെ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് അതിനൊരു ലിഡ് ഉണ്ട്. ആ ലിഡ് സ്ക്രൂ വെച്ച് ക്ലാമ്പ് ചെയ്യാൻ പറ്റുന്ന ലിഡാണ്. അതിന്റെ മുകളിലായിട്ട് സേഫ്റ്റി വാൾവ് ഉണ്ട്, അതുപോലെ തന്നെ എയർ റിമൂവൽ വാൾവുകൾ ഉണ്ട്, ദെൻ പ്രഷർ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, പ്രഷർ ഗേജ് ഉണ്ട്. ഇത്രയും സംഗതികളാണ് അതിന്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ പറയേണ്ടത്. വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് horizontal or vertical cylinder of gunmetal or stainless steel, and lid is fastened by screw clamp and rendered airtight by an asbestos washer, and lid bear discharge taps of air and steam and pressure gauge and safety valve, and heating is done by electricity or heating coils. ഏറ്റവും താഴെയായിട്ട് വാട്ടർ എടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, പെർഫറേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റ് ഉണ്ട്, ഹീറ്റിംഗ് എലമെന്റ്സുകൾ ഉണ്ട്. അതിന്റെ മുകളിലാണ് നമ്മൾ എന്തിലാണ് ട്രേ വെക്കുന്നത്, സ്റ്റെറിലൈസ് ചെയ്യേണ്ട അപ്പാരറ്റസുകൾ വെക്കുന്ന ട്രേകൾ നമ്മൾ വെക്കുന്നത് അതിന്റെ മുകളിലായിട്ടാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഓട്ടോക്ലേവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും കൺസ്ട്രക്ഷനിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം വരക്കുക. എന്തൊക്കെയാണ് എന്നുള്ളത് ലാബിൽ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തൊക്കെയാണ് അതിന്റെ മെയ്ഡപ്പ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്തുകൊണ്ടാണ് മെയ്ഡപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ, ഗൺമെറ്റൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ആൻഡ് ലിഡ് ഈസ് fastened by screw clamps and rendered airtight by asbestos washer, and lid bears discharge tap for air and steam and a pressure gauge and safety valve, and heating is done by electricity by using heating coils. Okay, so this is all about the construction of autoclave.
So these are the photos of vertical autoclave and horizontal autoclaves. Okay. ഇപ്പൊ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽസിലുള്ള ബെഡ്ഷീറ്റ്സുകൾ, നമ്മൾ ക്ലോത്തുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സർജറിയിൽ യൂസ് ചെയ്യുന്ന ഏപ്രോൺസുകൾ, ക്ലോത്ത്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ക്യാമ്പസിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹോസ്റ്റലേഴ്സ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ നിന്ന് ഇടക്കിടക്ക് സംഗതികളൊക്കെ കൊണ്ടുവരുന്നത്. അതിൻ്റെ അകത്ത് നടക്കുന്ന വാഷിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. Now coming to the വർക്കിംഗ് പറയുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ ഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫിൽ ദ സഫീഷ്യന്റ് വാട്ടർ ഇൻ ദ സിലിണ്ടർ. Then place the material to be sterilized on the tray. Then switch on the heater on the autoclave. Then we have to screw the lids with the discharge tap open. ആദ്യം തന്നെ നമ്മൾ ഡിസ്ചാർജ് ടാപ്പ്, എയർ പുറത്തോട്ട് പോകാനുള്ള ടാപ്പ് ഉണ്ട്, ഡിസ്ചാർജ് ടാപ്പ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓൺ ചെയ്യുന്നത്. Then we will set the required pressure. പ്രഷർ മാറുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ മാറുന്നത് കൊണ്ട് നമ്മൾ എത്ര പ്രഷറിലാണ്, എത്ര ടെമ്പറേച്ചർ ആണോ വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നമ്മൾ സെറ്റ് ചെയ്യുക. ദെൻ അത് ബോയിൽ ചെയ്യുന്നതിനനുസരിച്ച് ഈ സമയത്ത് സ്റ്റീം എയർ മിക്സ്ചർ ആദ്യം പുറത്തോട്ട് വരാൻ തുടങ്ങും. സ്റ്റീം air mixture is allowed to escape freely till all the air has been displaced. Then when there is no more air bubbles come out in the pail of the discharge tube is closed. ഏത് സമയത്താണോ എയർ മാത്രം വരുന്ന ഒരു അവസ്ഥ വരുന്നത്, വാപ്പർ മാത്രം വരുന്ന ഡിസ്ചാർജ് ട്യൂബിലൂടെ വരുന്ന സമയത്ത് ബബിൾസുകളൊന്നും വരാതെ എയർ മാത്രമായിട്ട് വരുന്ന ഒരു വരുന്ന സമയത്ത് നമ്മൾ ഈ ഡിസ്ചാർജ് ടാപ്പ് ക്ലോസ് ചെയ്യും. സോ ദാറ്റ് there will be a build up of pressure according to the set പ്രഷർ. നമ്മൾ എത്ര പ്രഷർ ആണോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് അതിൻ്റെ അകത്ത് ഒരു പ്രഷർ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ എത്രയാണോ പ്രഷർ, 5 ആണോ അല്ലെങ്കിൽ 10 ആണോ 15 ആണോ LBS കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് പ്രഷർ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങും. ആ പ്രഷർ അഡ്ജസ്റ്റ് ആവുന്ന സമയത്ത്, നമ്മൾ സെറ്റ് ചെയ്ത പ്രഷറിനോട് വരുന്ന സമയത്ത് അത് അതിന്റെ സിഗ്നൽ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിന്റെ സൗണ്ട് വരാൻ തുടങ്ങും. അത് തുടങ്ങിയിട്ടുള്ള 15 to 20 minutes ആണ് സ്റ്റെറിലൈസേഷന്റെ ടൈം എന്ന് പറയുന്നത്. ഓക്കെ. Then when this holding time is over, അതായത് ഹോൾഡിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 15 to 20 minutes ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ്. ടെമ്പറേച്ചർ പ്രഷർ ഈക്വൽ ആയതിനു ശേഷമുള്ള 15 to 20 minutes holding period is over. Machine has to be turned off and heater of the heater and allowed to cool till the pressure gauge indicate the pressure inside is equal to the atmospheric pressure. അതിലുള്ള ഡിസ്ചാർജ് ട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള പ്രഷറിനോട് ഈക്വൽ ആവുന്നത് വരെ നമ്മൾ അത് തണുക്കാനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇവിടെയുള്ള രണ്ട് കാര്യങ്ങളാണ്, ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രഷർ കൂടുതലുള്ള സമയത്ത് നമ്മൾ ഇതിന്റെ ലിഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ എക്സസ് ആയിട്ട് ബോയിലിങ്ങും അതുപോലെ എക്സ്പ്ലോഷനും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ നമ്മൾ ഹോൾഡിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആയതിനു ശേഷമാണ് നമ്മളോട് ലിഡ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിനേക്കാളും കൂടുതലാണ് ഇൻസൈഡ് പ്രഷർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സസീവ് ബോയിലിംഗ് അല്ലെങ്കിൽ സ്പില്ലിംഗ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ്പ്ലോഷൻ ഉള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറവ് പ്രഷർ ഉള്ള സമയത്താണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സസീവ് എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി ഇവാപ്പറേറ്റഡ് ആൻഡ് വിച്ച് വിൽ കോസ് ദ ഡാമേജ് ഓഫ് കൾച്ചർ മീഡിയ. സാധാരണഗതിയിൽ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്നത് ഓട്ടോക്ലേവ് കൾച്ചർ മീഡിയനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കൾച്ചർ മീഡിയയിലുള്ള വാട്ടറിന്റെ കണ്ടന്റ് കൂടുതൽ ലോസ് ആവാനുള്ള ചാൻസസുകളുണ്ട്. സോ ദീസ് ആർ ദ പോയിന്റ് ടു ബി നോട്ടഡ് വൈൽ പെർഫോമിംഗ് sterilization by autoclave. Okay, so that is the working of moist sheet sterilization. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നിറക്കുക, ദെൻ മെറ്റീരിയൽ പ്ലേസ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, മെഷീൻ ഓൺ ചെയ്യുക, പ്രഷർ സെറ്റ് ചെയ്യുക, ഡിസ്ചാർജ് വാൾവ് ഓപ്പൺ ആക്കി വെക്കുക, വാട്ടർ ബോയിൽ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എയർ മാത്രം വരുന്ന സമയമാകുമ്പോൾ ഡിസ്ചാർജ് ട്യൂബ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഹോൾഡിംഗ് പീരീഡ് നമ്മൾ അത്രയും സഫീഷ്യന്റ് ടൈം എടുത്ത് ഹോൾഡിംഗ് പീരീഡ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഹോൾഡിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിസ്ചാർജ് ടാപ്പ് ഓപ്പൺ ആക്കിയതിനു ശേഷം പ്രഷർ റിലീസ് ചെയ്യിക്കുക. ഓക്കെ. വാട്ട് ആർ ദ സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻസ് ഫോർ moist sheet sterilization? Here we have to adjust the pressure and temperature. So നിങ്ങൾ നോട്ട് ചെയ്യുക, 0 പ്രഷർ ആണെന്നുണ്ടെങ്കിൽ അതിൽ അവിടെ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്.
If you are using 5 psi, psi എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് ആണ്. 5 psi ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 110 ആണ്, 110 ഡിഗ്രി സെൽഷ്യസിലോട്ട് നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും. 5, 110, 10 psi, 116, 10 psi, 116, 15 psi, 121. That is the usual sterilization conditions of autoclave. നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണഗതിയിൽ 15 lbs പ്രഷർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ടെമ്പറേച്ചർ അതിനനുസരിച്ച് 121 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറും. If you are setting 20 psi, it will give 126 degree Celsius. And if you are setting 30 psi, it will give 135 degree Celsius. So these are the different sterilization conditions. ഹോട്ട് എയർ ഓവനിൽ നമ്മൾ 140 ഡിഗ്രി സെൽഷ്യസ് ഫോർ 3 hours എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്യേണ്ട ഒരു വാല്യൂ ആണ് സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻ. ദീസ് ആർ ദ ഡിഫറെന്റ് പ്രഷർ ആൻഡ് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഓഫ് ഓട്ടോക്ലേവ് ഫോർ 15 to 20 minutes. ഹോൾഡിംഗ് ടൈം ഈസ് 15 to 20 minutes. അതാണ് അതിന്റെ സ്റ്റെറിലൈസേഷന്റെ ടൈം എന്ന് പറയുന്നത്. 15 to 20 minutes ആണ്. ഈ പ്രഷർ സെറ്റ് ചെയ്ത് ആ പ്രഷർ ആയതിനു ശേഷമുള്ള 15 to 20 minutes ആണ് അതിന്റെ സ്റ്റെറിലൈസേഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. So these are the different sterilization conditions of autoclave. Now what are the applications of autoclave? First application is which is used to sterilize any substance which have heat stability, which can withstand high temperature. ഏതൊക്കെയാണോ ഹൈ ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ അതിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. Second application is used to sterilize culture media, rubber materials, gowns, dressings and gloves. സർജറിയിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന ഗൗൺസുകൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ഡ്രസ്സിങ്സുകൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്ലൗസുകൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലാബിൽ നമ്മൾ കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ടു സ്റ്റെറിലൈസ് വാരിയസ് ടൈപ്പ് ഓഫ് സർജിക്കൽ ഡ്രസ്സിംഗ്, ഗോസസ് ആൻഡ് സ്യൂച്ചേഴ്സ്. ഗോസസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സർജറിയിൽ സ്യൂച്ചർ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ത്രെഡുകളൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ്. ആൻഡ് സ്യൂച്ചേഴ്സ്. ഓക്കെ, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ദെൻ ഹോസ്റ്റ് ഓഫ് IV applicators, equipments, solutions and syringes. To sterilize host, HOST, host of IV applicators, equipments, solutions and syringes. അപ്പോൾ IV ഇൻഫ്യൂഷൻസിന് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ, അതിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. Then transfusion equipments and large number of other allied items can be sterilized by autoclave. Transfusion equipments and other large number of allied equipments. So if you are using autoclave in large industrial premises, they are known as RETROs. RETORTS. RETROs. Large scale ഓട്ടോക്ലേവ്സിനെ പറയുന്ന പേരാണ്, ഇൻഡസ്ട്രിയൽ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ഓട്ടോക്ലേവ്സിനെ പറയുന്ന പേരാണ് റിട്രോസ് എന്ന് പറയുന്നത്. സ്മോൾ സ്കെയിലിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രഷർ കുക്കർ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോക്ലേവ് ആണ് പ്രഷർ കുക്കർ എന്ന് പറയുന്നത്. സെയിം പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന സംഗതികളാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോക്ലേവ് മാത്രമായിട്ട് 5 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് വീണ്ടും പറയാണ്, യു ഹാവ് ടു റൈറ്റ് ദ പ്രിൻസിപ്പിൾ, construction, working, sterilization condition, what are the different pressure and temperature for 15 to 20 minutes, and what are the application. And finally, how can we evaluate the sterilization process of autoclave? What are the sterilization controls? Sterilization controls. So here we will use biological indicator Bacillus stereothermophilus. Bacillus stereothermophilus. That is the biological indicator, Bacillus stereothermophilus. That is an endospore forming bacteria. അപ്പോൾ ഈ ഒരു സ്പോമിനെ നമ്മൾ പേപ്പർ സ്ട്രിപ്പിലോ ഫിൽട്ടർ പേപ്പറിലോ ഡിപ്പ് ചെയ്തതിനു ശേഷം
നല്ലൊരു എൻവലപ്പിൽ ക്ലോസ് ചെയ്ത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഓട്ടോക്ലേവിന്റെ കൂടെ സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കുന്നു. വെച്ചതിന് ശേഷം നമ്മൾ അത് തയോഗ്ലൈക്കോലേറ്റ് മീഡിയ അല്ലെങ്കിൽ കുക്ക്ഡ് മീറ്റ് മീഡിയത്തിൽ 5 days 37 degree Celsius 5 days 37 degree Celsius in an thioglycolate media or cooked meat mediaത്തിൽ നമ്മൾ incubate ചെയ്യാം. That is the biological indicator used in sterilization control of autoclave. Bacillus stereothermophilus. Spores of Bacillus stereothermophilus are placed in an envelope and inserted in a suitable pack. After the sterilization process, we have to inoculate into thioglycolate media or cooked meat media for 5 days at 37 degrees Celsius. So after 5 days, if there is any turbidity which indicate the sterilization process was unsuccessful because the sterilization process didn't kill the spores of Bacillus stereothermophilus. After 5 days, if there is any turbidity which indicates the presence of growth, which indicate the failure of sterilization process. If there is no turbidity, which indicates success of the sterilization process of autoclave. Second one is chemical indicator, that is Brown's tube. So Brown's tube use ചെയ്തിട്ട് നമ്മൾ sterilize ചെയ്യുന്ന സമയത്ത് if it is giving black or yellow spot which indicate the successful sterilization of autoclave. Brown's tube will give black or yellow spot indicate the successful sterilization process of autoclave. And also we can measure the temperature of autoclave by using thermocouples. The third control is thermocouple to measure the temperature difference in autoclave. So that is the third control, sterilization control of autoclave. So that's all about the moist heat sterilization process. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷൻ ആൻഡ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യും. So that's all about today. Hope it is clear. Thank you.